എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവം തൻ്റെ ദൗത്യ നിർവഹണത്തിനായി വിളിക്കുന്ന നിമിഷത്തിൽ തന്നെ എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ അനുഗമിക്കുകയാണ് വേണ്ടത്. ഏലീഷ അതാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ചത്തതിനൊക്കും ജീവിച്ചിരിക്കലും എന്നു പറഞ്ഞ പഴഞ്ചൊല്ലു പോലെയാണോ നിൻ്റെ ഇപ്പോഴത്തെ ജീവിതം? മന്ദഗതിയിലാണോ? ഉണരുക. ആസന്ന മരണനായി നിന്നിൽ അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കാൻ ഇതാണ് സമയം. അനുദിന ദിവ്യബലിയിൽ സജീവമായി പങ്കുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തക വരപ്രസാദം നേടിയെടുക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ നന്മയെ ഏറ്റുപറഞ്ഞും അവിടുത്തെ മഹത്വപ്പെടുത്തിയും അവിടുത്തെ സാക്ഷികളായി തീരണം. അവിടുത്തെ തിരുരക്തത്താൽ നമ്മുടെ പാപം കഴുകിക്കളഞ്ഞ് ശുദ്ധിയുള്ളവരായി തീരാം. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ നാമം ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. നമുക്ക് ബർത്തോമിയസിനെ പോലെ ഈശോ നമ്മുടെ ഹൃദയത്തിൽ നാളെ വിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാം. ശൈശവത്തിൽ എനിക്കുണ്ടായിരുന്ന നിഷ്കളങ്കതയും നിർമ്മലതയും വീണ്ടും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ബർത്തോമിയസിന് കൊടുത്ത ആ കാഴ്ച വീണ്ടും നമുക്കും ലഭിക്കും. ഹൃദയത്തിലും മനസ്സിലും അന്ധത നിറഞ്ഞ നമ്മുടെ ജീവിതം വിശ്വാസപൂർണമായി തീരുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിനായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.